തെരഞ്ഞെടുപ്പ് തീയതി കൂടി എത്തിയതോടെ മത്സരിച്ച് പ്രചാരണം നടത്തുകയാണ് സ്ഥാനാർത്ഥികൾ. തലസ്ഥാന മണ്ഡലത്തിൽ ത്രികോണ മത്സരമെന്ന് ശശി തരൂർ പറയുമ്പോഴും അല്ലെന്നാണ് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും പറയുന്നത്. മത്സരം LDFും UDFും തമ്മിൽ മാത്രമെന്ന് പന്ന്യൻ രവീന്ദ്രൻ പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമാണെന്ന് തോന്നുന്നില്ലെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ആഞ്ഞുപിടിച്ചാൽ കൂടെ പോരുമെന്ന് BJP കരുതുന്ന A-ക്ലാസ് മണ്ഡലങ്ങളിലൊന്ന്. രാജീവ് ചന്ദ്രശേഖറിനെ ഇറക്കി കളം പിടിക്കാൻ ശ്രമം. മറുവശത്ത് പന്ന്യൻ രവീന്ദ്രൻ എന്ന ജനകീയ മുഖത്തിനെ ഇറക്കിക്കൊണ്ടുള്ള LDFന്റെ നീക്കം. രണ്ടു കൂട്ടരെയും നിസ്സാരമായി കാണുന്നില്ല UDF. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് നമുക്ക് 3 പാർട്ടികൾ നിൽക്കുന്നത് ത്രികോണ മത്സരമാണ്. അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ത്രികോണ മത്സരം എന്ന വാദത്തോട് LDF സ്ഥാനാർത്ഥിയുടെ മറുപടി ഇങ്ങനെ: ആ മത്സരം ത്രികോണ മത്സരമെന്ന് പലരും പ്രചരിപ്പിക്കുന്നത് അത് ബോധപൂർവ്വം. UDF നല്ലോണം പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ത്രികോണ മത്സരമാണെന്ന് പറഞ്ഞാൽ അവസാന ഘട്ടത്തിൽ BJP ജയിക്കാതിരിക്കാൻ നമുക്ക് കുത്തിയെന്ന് പറയാലോ. കഴിഞ്ഞ തവണ ഉണ്ടായ അടപത അത് എല്ലാ തവണയും വില പോകില്ല. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് NDA സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. ശക്തമായ ഒരു ത്രികോണ മത്സരമാണെന്നൊന്നും ഞാൻ കാണുന്നില്ല. ഒരു ഡിസ്ക്രെഡിറ്റഡ് ഐഡിയോളജീസ്, 2 ഡിസ്ക്രെഡിറ്റഡ് പാർട്ടീസ് ഉണ്ട്. അവർ 65-75 കൊല്ലമായിട്ട് തിരുവനന്തപുരം, കേരള ഭരിച്ച പാർട്ടീസാണ്. ഈ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഇവിടെ ഒരു വികസനം നടന്നിട്ടില്ല. ഞങ്ങളൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ ഒരു ഐഡിയോളജി വികസനം, പുരോഗതിൻ്റെ ഒരു ഐഡിയോളജിയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം വരും. 3 മുന്നണികളും തികഞ്ഞ പ്രതീക്ഷയിലാണ്. ഇനി തിരഞ്ഞെടുപ്പിന് 40 ദിവസം നിൽക്കെ പ്രചാരണ ചൂടേറുമെന്നതിൽ സംശയമില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.